തൃശൂർ ജില്ലയുടെ തീരദേശ മേഖലകളിൽ ദേശീയപാതാ നിർമ്മാണം മന്ദഗതിയിലെന്ന് പരാതി. സമീപ ജില്ലകളിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുമ്പോഴാണ് തൃശൂരിലെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം ഉയരുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായ അനുബന്ധ പ്രവർത്തനങ്ങളും കാര്യമായി മുന്നോട്ട് പോകുന്നില്ലെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളിലൂടെയും ദേശീയപാത 66 കടന്നുപോകുന്നു. തടസ്സങ്ങൾ നീക്കി അതിവേഗമാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെത്തിയാൽ സ്ഥിതി വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലൂടെ കടന്നുപോകുന്ന പാതയുടെ നിർമ്മാണം പരിശോധിച്ചാൽ മനസ്സിലാവും പദ്ധതിയുടെ വേഗത. തീരദേശ വില്ലേജുകളിലായി 62 കിലോമീറ്റർ അധികം ദൂരത്തിലാണ് തൃശൂരിലൂടെ ദേശീയപാത കടന്നുപോകുന്നത്. കാപ്പിരിക്കോട് മുതൽ തളിക്കുളം വരെയും തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും 2 റീച്ചുകളിലായി പദ്ധതി മുന്നോട്ടു പോകുന്നു. എന്നാൽ തൃശൂരിനൊപ്പം നിർമ്മാണം ആരംഭിച്ച മറ്റു ജില്ലകളിൽ ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലേക്കെത്തി. ഈ വർക്ക് തുടങ്ങി അന്ന് തൊട്ട് ജനങ്ങൾ ഇവിടെ ഇത്രയും ദുരിതം അനുഭവിച്ച ഒരു സ്ഥലത്തുമില്ല. ഈ തൃശ്ശൂർ ജില്ല വിട്ട് കോഴിക്കോട് ചെന്ന വർക്ക് പോലും പല സ്ഥലത്തും കഴിഞ്ഞ്. ഇപ്പോൾ തന്നെ ഇവിടെ 534 ദിവസമായി ഈ സമരം നടക്കുന്നത്. ആദ്യം അടിപ്പാത ശരിയായെന്ന് പറഞ്ഞ് കുറേ പോസ്റ്റ് ഇട്ട് പക്ഷേ ഇതൊക്കെ ജനങ്ങളെ വെറുതെ വിളിക്കപ്പെടുകയാണ്. ഇവിടെ തീർത്ത ആളുകൾ ഈ സമരപ്പന്തലിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും. 2 റീച്ചുകളിലുമായി നിർമ്മാണം നടക്കുന്ന 62 കിലോമീറ്റർ ദൂരത്തിൽ 22 അടി പാതകളാണ് നിർമ്മിക്കുന്നത്. ഇവയിൽ ഒന്നുപോലും പൂർത്തീകരിക്കാനായിട്ടില്ലെന്നും പലയിടങ്ങളിലും ശരിയായ വിധത്തിലല്ല നിർമ്മാണം നടക്കുന്നതെന്നും ആരോപണങ്ങളുണ്ട്. അതേസമയം കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പാദേവി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ 530 ദിവസത്തിലേറെ സമരം ചെയ്തിട്ടും നാളിതുവരെ പ്രശ്നപരിഹാരമുണ്ടായിട്ടില്ലെന്നും പരാതിക്കാർ പറയുന്നു. ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു മേഖല ആയിക്കൊണ്ടിരിക്കുന്നു. പലരും പല തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം ഒരു പുരോഗമനത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് തിരസ്കരിച്ചുകൊണ്ട് ഒരു വൻ വിജയമായി തന്നെ ഇത് പൂർത്തീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പലരും ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടുള്ളത്, പലരും വിട്ടുകൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ ഈ ദീർഘദൂര യാത്ര ഒട്ടനവധി പേർക്ക് ദുരിതം മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ ജില്ലയുടെ ഉൾപ്പെടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് ആവശ്യപ്പെടാനുള്ളത്. ദേശീയപാത 66 പുറമെ ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 544 നിർമ്മാണം സംബന്ധിച്ചും പരാതികളേറെയാണ്. ഇടപ്പള്ളി മണ്ണുത്തി റീച്ചിൽ കൊരട്ടി മുതൽ ചാലക്കുടി വരെയുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. നിർമ്മാണത്തിൽ അപാകതകൾ ഏറെയുണ്ടെന്നും അടിപ്പാതകളുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടെന്നും പരാതിയുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.